ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട അതിശക്തമായ ഇസ്രയേൽ US മിസൈൽ ആക്രമണത്തിൽ നിന്ന് പുതിയ നേതാവ് മൊജ്തബ ഖമേനി രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ്. കൊട്ടാരത്തിൽ മിസൈലുകൾ പതിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് മൊജ്തബയെ മരണത്തിൽ നിന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെടുത്തിയത്. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദ ടെലഗ്രാഫ് ആണ്. ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ രഹസ്യ യോഗത്തിന്റെ ചോർന്ന ഓഡിയോ ദൃശ്യങ്ങളെ ഉദ്ധരിച്ചാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. മിസൈൽ വീഴുന്നതിന് തൊട്ടു മുൻപ് എന്തോ ആവശ്യത്തിനായി മൊജ്തബ മുറിയിൽ നിന്ന് പുറത്തെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയെന്നും അതാണ് ജീവൻ രക്ഷിച്ചതെന്നുമാണ് ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ വിഭാഗം മേധാവി മസാഹർ ഹൊസൈനി ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നതാണ് ഓഡിയോയിലുള്ളത്. അതിശക്തമായ 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖമേനിയുടെ കൊട്ടാരത്തിൽ പതിച്ചത്. ഇതിലൊന്ന് അലി ഖമേനി ഇരുന്നിരുന്ന ഭാഗത്തും മറ്റൊന്ന് മുകളിലത്തെ നിലയിലുള്ള മൊജ്തബയുടെ താമസ സ്ഥലത്തുമാണ് വീണത്. ആക്രമണത്തിൽ അലി ഖമേനിയും ഡസൻ കണക്കിന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ബന്ധുക്കളും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ഷിറാസിയുടെ ശരീരം മിസൈൽ പ്രഹരത്തിൽ ചിതറിത്തെറിച്ചെന്നും കുറച്ച് കിലോ മാംസം മാത്രമാണ് അദ്ദേഹത്തിന്റേതായി പിന്നീട് കണ്ടെത്താനായതെന്നും ഓഡിയോയിൽ ഹൊസൈനി പറയുന്നുണ്ട്. മൊജ്തബയുടെ സഹോദരി ഭർത്താവ് മിസ്ബ അൽ ഹുദ ബാക്കേരി കാരിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കെട്ടിടത്തിന്റെ താഴത്തെ നില വരെ തുളച്ചു കയറുന്ന അത്രയും ശേഷിയുള്ള മിസൈലുകളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിൽ മൊജ്തബയുടെ കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് പലവിധ ഊഹാപോഹങ്ങൾക്കും വഴിമരുന്നിട്ടു. മൊജ്തബയുടെ മുഖം വികൃതമായെന്നും അതല്ല അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മൊജ്തബയുടെ കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം മരിച്ചെന്നും മുഖം വികൃതമായെന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നിലവിൽ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് മൊജ്തബ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്.